കുറേ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഫേസ് റിവീൽ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഫേസ് റിവീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ കറൻ്റ്ലി എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ചാനലിൽ കൂടെ ഷെയർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഹസ്ബൻഡ് എന്താണ് പറഞ്ഞത് ചാനൽ തുടങ്ങിയപ്പോൾ. ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നെയാണ് ചാനൽ തുടങ്ങിയത്. പിന്നെ ചാനൽ ഇൻകം, ചാനൽ മോണിറ്റൈസേഷൻ ആയോ, എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം ഇൻകം കിട്ടാൻ. welcome back to my channel Tales of Mubi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ഒരു Q&A വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് Q&A വീഡിയോ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെതായ കുറച്ച് പോരായ്മകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് മുബീന ആൻഡ് യു ആർ വാച്ചിങ് മൈ ചാനൽ Tales of Mubi. ആൻഡ് എൻ്റെ പ്ലേസ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തൊടുപുഴയാണ്. ആൻഡ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ആൻഡ് ഇത് എത്രത്തോളം ലെങ്ത് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. സോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകും, ഉറപ്പാണ്. ഇവിടെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു Q&A ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 62+ കമൻറ്റ്സ് ഉണ്ട്. ബട്ട് അതിൽ ഓരോ കമൻറ്റിലും ഒരു 5, 6, 7 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് യൂട്യൂബർ, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ എന്ന് പറഞ്ഞാൽ പേളി മാണി ഷോ, നമ്മുടെ പേളി ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് പുള്ളോത്തി എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പുള്ളോത്തിയുടെ ചാനലും. അതുപോലെ തന്നെ നമ്മുടെ കഡിൽ ക്ലൗഡ്, നിനു ഷാജി, സഫ വിത്ത് പെൻ, അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചാനലാണ്. ഈ ഇത്രയും പറഞ്ഞ ചാനൽസിലെ വീഡിയോസൊന്നും ഞാൻ മിസ്സാക്കാണ്ട് കാണാറുണ്ട്. ബാക്കി കുറേ ചാനൽസ് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും ഒരുപാട് ചാനൽസും ഉണ്ട്. അതിലിപ്പോൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. ഫേവറേറ്റ് ഹോബി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രാഫ്റ്റിങ്ങും പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ പിന്നെന്താ ക്രാഫ്റ്റ് ചെയ്യുന്നത്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ജേർണലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് ഫുഡ് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി, നൂഡിൽസ്, അങ്ങനെ ജങ്ക് ഫുഡ്സാണ് പൊതുവേ താല്പര്യം. ഈ ചോറ് അതൊക്കെ ഒഴിച്ച് നൂഡിൽസ്, ബിങ്കോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ കൂട്ട ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് സബ്സ്ക്രൈബർ അതിന് ആൻസർ ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഇന്ന ഒരാളെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ നിലവിൽ ചാനലിൽ 4.4K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതിൽ ഈ 4000 സബ്സ്ക്രൈബേഴ്സും എല്ലാവരും എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം നിങ്ങളുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ ചാനലിൻ്റെ സപ്പോർട്ടും, നിങ്ങളാണല്ലോ ഈ ചാനലിൻ്റെ ബലം. അപ്പോൾ അതിൽ ഒരാൾ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് സബ്സ്ക്രൈബറാണ്. ഫോൺ യൂസ്, ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഈ ഒരു ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. iPhone 13 Pro ആണ്. പിന്നെ ഇതെൻ്റെ ഉമ്മയുടെ ഫോണാണ്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഈ ഫോൺ എടുത്തു എന്നുള്ളൂ. ഇത് ഏതാ ഫോൺ? പോക്കോ ആണ് ഈ ഫോണ്. ഞാൻ യൂസ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എൻ്റെ ഓൾ ഇൻ ഓൾ എല്ലാം ഈ ഒരു ഫോണാണ്, iPhone 13 Pro. ഇങ്ങനെ ബ്രേക്ക് ഇല്ലാണ്ട് സംസാരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് ആയിട്ട്, അതായത് വോയിസ് ഓവർ കൊടുക്കാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടല്ല. ഞാൻ എൻ്റെ നേരത്തെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. ആൻഡ് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഇതുപോലെയൊക്കെ സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കുറേ നാൾ കൂടി ഇങ്ങനെ ബ്ലാ ആയിട്ട് സംസാരിച്ചിട്ട് ഇടയ്ക്ക് ശ്വാസം കിട്ടുന്നില്ലാത്ത പോലെ. സോ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുക്കുന്നുണ്ട്. കറൻ്റ്ലി എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ടീച്ചറായിരുന്നു. ഇവിടെ നിയർബൈ ഞാൻ എൻ്റെ ടീച്ചിങ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നില്ല, ടീച്ചറായിരുന്നു. അപ്പോൾ കറൻ്റ്ലി അതാണ് ചെയ്യുന്നത്. നിലവിൽ ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി. പിന്നെ മാരീഡ് ഓർ അൺമാരീഡ്? ഞാൻ മാരീഡാണ്. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ലവ് മാരേജ് ആണ്. പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഈ ഒരു ചാനൽ, സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. മറ്റേ നേരത്തെ ചാനൽ അതൊരു യൂട്യൂബ് ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 7 years അടുത്തൊക്കെ ആയി. ബട്ട് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 years ആയിട്ടുള്ളൂ. പിന്നെ കുറേ പേര് ഇതിൻ്റെ കൂടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് യൂട്യൂബ് ജേർണി. യൂട്യൂബിൻ്റെ ഒരു സ്റ്റോറി പറയുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ, ഷോർട്സ് വീഡിയോ ആയിട്ട് പാർട്ട് 1, പാർട്ട് 2 ഒക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് ജേർണി പറയാനാണെങ്കിൽ Q&A വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വേറെ
ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഫേസ് റിവീൽ ചെയ്യുമോ എന്ന് വെച്ചിട്ട്. ഫേസ് റിവീൽ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. നിങ്ങളിപ്പോൾ തന്നെ പോയി സ്കിപ്പ് ചെയ്ത് ലാസ്റ്റിലേക്ക് ആക്കണ്ട, ഞാൻ പറയുന്നതാണ്. ഓക്കെ, യൂട്യൂബ് ഇൻകം എനിക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഫേവറേറ്റ് കളർ എനിക്ക് പർപ്പിളും പേസ്റ്റൽ കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേസ്റ്റലായിട്ടുള്ള പിങ്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. പിങ്കും പർപ്പിളും ഫേവറേറ്റ് ആണ്. പിന്നെ ഗ്രീൻ, അങ്ങനെ കുറച്ച് ഇതാണ്. അംബീഷൻ എന്ന് പറയുന്നത് ടു ബിക്കം എ ഗുഡ് പേഴ്സൺ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വിനയ കുലീനയാന്നൊക്കെ. ബട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ടീച്ചറാണ്, TTC പഠിച്ചതാണ് ഞാൻ. അപ്പം ഇനി ഡോക്ടർ ആവണമെന്നോ അങ്ങനെ ഇങ്ങനെയൊന്നും ആലോചിക്കാനൊന്നും പറ്റില്ലല്ലോ. സോ മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ, അല്ലെങ്കിൽ ഒരു ഗുഡ് പേഴ്സൺ. അത്രേ ഉള്ളൂ. ക്യാൻ യു സജസ്റ്റ് എ വേ ഫോർ ഇൻക്രീസിങ് അവർ ബിസിനസ് ഗ്രോത്ത്? ബിസിനസ് ഗ്രോ ചെയ്യാനുള്ളൊരു വേ, ടിപ്സ് പറയാമെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ അത്ര ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് പേഴ്സൺ അല്ല. എന്നാൽ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേ എന്ന് പറഞ്ഞാൽ ടു ബി കൺസിസ്റ്റൻറ്റ്, എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതിപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ശരി, സ്മോൾ ബിസിനസ് ആണെങ്കിലും ശരി, നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഡെയിലി നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ, കസ്റ്റമർ റിവ്യൂ, പിന്നെന്താ ഫീഡ്ബാക്സ്, കസ്റ്റമേഴ്സ് തരുന്ന ഫീഡ്ബാക്സ്, പിന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും റെഗുലറായിട്ട് മെസ്സേജ് അയക്കുക, അവർക്ക് ഒത്തിരി ഡിലേ ആവാതെ മെസ്സേജ് അയക്കുക. പിന്നെന്താ, അങ്ങനെ ആക്റ്റീവായിട്ടിരുന്നാൽ തന്നെ അത്യാവശ്യം അതൊരു ബെസ്റ്റ് വേ തന്നെയാണ്. ഒരു ബിസിനസ് ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെന്താ, നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് അവർക്ക് ബിസിനസ്സിൽ കുറേ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, അവർ ഭയങ്കര സക്സസ് ആണ്, എനിക്ക് മാത്രം ഓർഡേഴ്സ് കിട്ടുന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് നമ്മൾ ഭംഗിയായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അത് മാത്രം നോക്കിയാൽ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ കസ്റ്റമർ വഴി മറ്റുള്ളവരിലേക്ക് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഫാമിലി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഫാമിലിയിൽ ആരൊക്കെയുള്ളത്, ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുള്ളത്. ഹസ്ബൻഡിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മുനീർ എന്നാണ്. ഫാമിലിയിൽ ആരൊക്കെയുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലിയിൽ അത്തച്ചി, ഉമ്മച്ചി, ഒരു ഇത്ത, ഒരു അനിയൻ. ഇത്ത മാരീഡാണ്, 2 കുട്ടികളുണ്ട്. അനിയൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഇത്താടെ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ അത്ത, അമ്മ, 2 സിസ്റ്റേഴ്സാണ്. ഇത്ത ഏറ്റവും ഇളയതാണ്. 2 സിസ്റ്റേഴ്സും മാരീഡാണ്. 2 പേർക്കും 3 കുട്ടികൾ വരുന്നുണ്ട്. അതിലെ മൂത്ത സിസ്റ്ററിൻ്റെ മകളാണ് മെഹന. കുറച്ച് ഒരു 2 പേര് ചോദിച്ചിട്ടുണ്ട്, മെഹന ആരാ, സ്വന്തം സിസ്റ്ററാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെഹന എൻ്റെ നാത്തൂൻ്റെ മകളാണ്, മൂത്ത നാത്തൂൻ്റെ മൂത്ത മകളാണ് മെഹന. യൂട്യൂബ് തുടങ്ങിയപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരുന്നോ അതോ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ. യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഇപ്പോഴും ഉള്ള ഫാമിലി ഫ്രണ്ട്സ് റിയാക്ഷൻ അങ്ങനെ ചോദിച്ചാൽ, ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അത് യൂട്യൂബ് ജേർണിയിൽ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. പിന്നെ ജസ്റ്റ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഒപ്പോസിങ്ങും ഇല്ലായിരുന്നു. അതായത് നീ എന്തിനാ ചാനൽ തുടങ്ങി, ചാനൽ നിർത്തിപ്പോടി, അങ്ങനെയുള്ള സെറ്റപ്പ്, അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് അന്ന് ക്രാഫ്റ്റ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് റീച്ചായി വന്നു. പിന്നെ ഞാൻ കോളേജിലത്തെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. കോളേജിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചെറിയ മിനി വ്ളോഗ്സൊക്കെ പോലെ അങ്ങനെയൊക്കെ അപ്ലോഡ് ആക്കാൻ തുടങ്ങി. അതൊക്കെയാണ് ചാനൽ റീച്ച് കിട്ടാൻ കാരണം. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. ഈ ചാനൽ എൻ്റെ ഒരു കോളേജിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഒരു 1 മില്യൺ 2 മില്യൺ വ്യൂസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു, ആ ചാനലൊക്കെ അല്ല വീഡിയോസൊക്കെ റീച്ച് ആയല്ലോ, 1 മില്യൺ വ്യൂസ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ആ ചാനൽ അടിച്ചുപോയി. പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ് ഈ ചാനൽ. ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഒപ്പോസിങ് ആയിട്ട് ആരുമില്ല, സപ്പോർട്ടില്ലായ്മയില്ല. അതായത് സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ അതായത് അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ. നമ്മൾ എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇതുപോലെ ഇങ്ങനെ ബ്ലാ സംസാരിക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ആരെയും നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. സോ അങ്ങനെ ഒപ്പോസിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചാനൽ ഇൻകം, ചാനൽ മോണിറ്റൈസേഷൻ ആയോ, എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം ഇൻകം കിട്ടാൻ? എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. എൻ്റെ ചാനലിൽ ഇൻകം എത്രയാണ്, എനിക്കത് മോണിറ്റൈസേഷൻ ആയാലാണല്ലോ നമുക്ക് ഇൻകം കിട്ടുള്ളൂ. അപ്പോൾ ചാനൽ ഇൻകം കിട്ടിയിട്ടില്ല, മോണിറ്റൈസേഷൻ ആവുന്നതേ ഉള്ളൂ. പിന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടല്ല നമുക്ക് യൂട്യൂബ് ഇൻകം തരുന്നത്, നമ്മുടെ വീഡിയോസിൻ്റെ റീച്ചും വ്യൂസും അനുസരിച്ചാണ്. നമ്മുടെ വീഡിയോ എന്തോരം നേരം ആളുകൾ കാണുന്നു, എത്ര വാച്ച് അവേഴ്സ് കിട്ടുന്നു, അതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതും ഇൻകം കിട്ടുന്നതും. അല്ലാണ്ട് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് യു സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. ബിക്കോസ് എനിക്കിഷ്ടമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അങ്ങനെ യൂട്യൂബിനെ പറ്റി വലിയ എല്ലാം പഠിച്ച് ഭയങ്കര എല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ല ഞാൻ ചാനൽ തുടങ്ങിയത്. ഓരോ ചാനൽ തുടങ്ങി വീഡിയോ ഒക്കെ ഇടുന്നത് വഴി ഓരോന്ന് ഞാൻ പഠിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങും പിന്നെ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ആരെയും ഇൻസ്പയർ ആക്കിയിട്ടോ അല്ലെങ്കിൽ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നാൽ ഞാനും തുടങ്ങാം, അല്ലെങ്കിൽ അവൾക്ക് വീഡിയോക്ക് വ്യൂസ് കിട്ടുന്നത്, അങ്ങനെ ഒരു കാര്യമേ എൻ്റെ മൈൻഡിലില്ലായിരുന്നു. കാരണം ഞാൻ ആരെയും കണ്ടിട്ടല്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു
ഇവിടെ എൻ്റെ ഏരിയയിൽ അങ്ങനെ വലിയ യൂട്യൂബേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. മീൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം കാണുന്ന യൂട്യൂബേഴ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ മലപ്പുറം, കോഴിക്കോട് അങ്ങനെ മറ്റ് ഡിസ്ട്രിക്ട്സിലുള്ളവരായിരുന്നു. എൻ്റെ ഈ അടുത്ത ഏരിയ, ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥലം തൊടുപുഴയാണ്. ഇവിടെ അടുത്ത ഏരിയയിൽ യൂട്യൂബ് ചാനൽ ഉള്ളത് എൻ്റെ അറിവിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അത്യാവശ്യം റീച്ചുള്ള ഒരു യൂട്യൂബർ പോലും നമ്മുടെ നിയർ ബൈ ഏരിയസിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഒരു ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ പോലും ഒരു അറിയുന്ന യൂട്യൂബർ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റേതായ ഐഡിയയ്ക്ക് ഞാൻ തന്നെ തുടങ്ങിയതാണ് ഈ ചാനൽ. എനിക്ക് ഇഷ്ടമായിട്ട് തുടങ്ങിയതാണ്. ആൻഡ് ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വലിയ സംഭവം ഒന്നല്ല കേട്ടോ. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളത്. അല്ലാണ്ട് വലിയ ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടോ ആരെയും കണ്ടിട്ടോ ഒന്നുമല്ല, എൻ്റേതായ ഐഡിയയ്ക്ക് തുടങ്ങിയതാണ്. പേര് പറയുമെന്ന് വെച്ചിട്ടുണ്ട്. കുറേ പേരുള്ളതുകൊണ്ട്, കുറേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വലിയ യൂട്യൂബറായിട്ട് സംസാരിക്കുന്നതല്ല. അതായത് ഒരുപാട് പേരൊന്നും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 1 മില്യൺ കമൻസോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാവർക്കും ഷൗട്ട് ഔട്ട് തരുന്നതായിരിക്കും. ക്യാ ആപ്പ് മേരെ ചാനൽ കോ, എൻ്റെ ഉമ്മ ഹിന്ദിയൊക്കെ, എനിക്ക് ഹിന്ദി അറിയില്ല. സബ്സ്ക്രൈബർ മനു ആൻഡ് പാരി വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ്. എന്തോ ഹിന്ദിയിൽ ചോദിച്ചിട്ടുണ്ട്. സത്യമായിട്ടും അത് ട്രാൻസ്ലേറ്റ് ടു മലയാളം കൊടുത്തപ്പോഴും ക്യാ ആപ്പ് മേരെ തന്നെ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കമൻറ്റ് അത് മലയാളത്തിലേക്ക് ആക്കിയിട്ടും ഹിന്ദി തന്നെയാണ് വരുന്നത്. എനിക്ക് ഹിന്ദി അറിയില്ല കേട്ടോ, സോറി. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇംഗ്ലീഷിൽ മറുപടി പറയാം. വേർ ഡു യു ലിവ്, യുവർ സ്റ്റേറ്റ് ആൻഡ് സിറ്റി? ഐ എം ലിവിങ് ഇൻ കേരള ആൻഡ് മൈ സിറ്റി തൊടുപുഴ, ഡിസ്ട്രിക്ട് ഇടുക്കി. ഫേവറേറ്റ് കളർ, മൈ ഫേവറേറ്റ് കളർ ഈസ് പിങ്ക്, പർപ്പിൾ ആൻഡ് ഓൾ പേസ്റ്റൽ കളേഴ്സ്. സോ ഗൈസ്, വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും ലെങ്തി ആയത് അറിഞ്ഞത്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇൻഷാല്ല പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ പാർട്ട് 2.